എല്ലാവരും കോമൺലി ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുള്ളത് എന്നുള്ളത്. ഇതിന് സാധാരണ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുക, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആണെന്ന് വിചാരിക്കുക. 2 പേർ ചേർന്നിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതിൽ പലപ്പോഴും സംഭവിക്കുന്ന എപ്പോഴാ വെച്ചാൽ 2-3 മാസം ആ ബിസിനസ് മുന്നോട്ട് പോയതിന് ശേഷമാണ് ഈ പാർട്ട്നേഴ്സ് ഈ അക്കൗണ്ട്സ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി ഇഷ്യൂ എവിടെയെങ്കിലും വരുമ്പോഴാണ് ഈ അക്കൗണ്ടൻറ്റ് വേണം എന്ന രീതിയിലേക്ക് അവരെത്തുന്നത്. അതുവരെ അവർ തന്നെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായിരിക്കും. നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നതും ഈ 2-3 മാസത്തിന് ശേഷം നമ്മളൊരു അക്കൗണ്ടിങ് പ്രോജക്റ്റുമായിട്ട് അവിടെ സമീപിക്കുമ്പോൾ അവരോട് നമ്മൾ സ്റ്റാർട്ടിങ് ചോദിക്കും, നിങ്ങൾ ആദ്യം മുതലുള്ള അക്കൗണ്ട്സ് അവൈലബിൾ ആണോ, എല്ലാം റെഡിയാണ് എന്നുള്ള ഉത്തരമായിരിക്കും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. എന്താണ് റെഡി ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു നോട്ട് ബുക്കിൻ്റെ ആദ്യ ഭാഗത്ത് ഒരു പാർട്ണറും മറ്റേ ഭാഗത്ത് മറ്റൊരു പാർട്ണറും എഴുതി വെച്ച ഒരു സ്റ്റോറിയാണ് യഥാർത്ഥത്തിൽ അവരെ അക്കൗണ്ട്സ് ആണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴാണ് ഒരു ബിസിനസ്സിൽ അക്കൗണ്ടൻറ്റ് വേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം, എപ്പോഴാണോ ഒരു ബിസിനസ് ഓണർ ഒരു ബിസിനസ് തുടങ്ങാൻ ആലോചിക്കുന്നത് ആ മൊമെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് കണ്ടെത്തേണ്ട ഒരാളാണ് അക്കൗണ്ടൻറ്റ്. അതൊരു ഫുൾ ടൈം അക്കൗണ്ടൻറ്റ് ആയിക്കൊള്ളുന്നില്ല. നമുക്കൊരു പാർട്ട് ടൈം ആയിട്ട് നമ്മുടെ ഡെയിലി ട്രാൻസാക്ഷൻ അന്ന് മുതലുള്ളത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രത്തോളം ആ അക്കൗണ്ട്സിന് ക്ലാരിറ്റി ഉണ്ടാവും. സോ എപ്പോഴാണോ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അറ്റ് ദാറ്റ് മൊമെൻറ്റ് വി നീഡ് ആൻ അക്കൗണ്ടൻറ്റ്.